നമ്മുടെ ഇനാഗ്രേഷൻ ചെയ്യുക, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നായികമാരുണ്ട് ഇല്ല മലയാള സിനിമയില്. ഫോർ എക്സാമ്പിള് നമ്മുടെ ഉദ്ഘാടനത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആരാണ് മനസ്സിലാക്കി കാണുമല്ലോ അല്ലെ, ഹണി റോസ്. ഇത് രണ്ടാമത് അന്ന രാജൻ, മൂന്നാമത് മറ്റേ മാളവിക അല്ലെ. ഈ 3 പേരാണ് നമ്മുടെ ഉദ്ഘാടനത്തിന്റെ മെയിൻ 3 താരങ്ങള് മലയാള സിനിമയിൽ നിന്ന്. ഇപ്പൊ ഒന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പോ ഒരു 4 ദിവസം മുമ്പ് ചെന്നൈയില് ഒരു മലയാളി നടി മറ്റേ ഉദ്ഘാടനം ചെയ്യാൻ പോയി. പതിവ് പോലെ വിവാദമായി. മറ്റൊന്നുമല്ല, നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞ നടി ഇപ്പൊ ചെന്നൈയില് ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ പോയി, ഒരു ടെക്സ്റ്റൈൽസ്. അപ്പൊ അതില് ഐശ്വര്യ ലക്ഷ്മിയുടെ ഡ്രസ്സിംഗ് ആണ് വിവാദമായിരിക്കുന്നത്. നിങ്ങളെ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കണം. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, എങ്ങനെയുണ്ട്? അതായത് ശരിക്കും ഒരു നമ്മളെ കുളിക്കാനൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ സോപ്പോ അല്ലെങ്കിൽ എണ്ണയോ അല്ലെങ്കിൽ ഷാമ്പുവോ ബ്രഷോ എന്തെങ്കിലും എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പകുതി കുളിക്കാൻ വെള്ളം ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഈ സാധനങ്ങൾ എടുക്കാൻ വരില്ല. അതുപോലെയല്ലേ? അതുപോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നമ്മുടെ പതിവ് സദാചാര ടീമുകള് നല്ല ആളിനെ, സദാചാര ആംഗളമാരെ നല്ല എയറിലാക്കി നല്ല കമന്റ്സുകള് ഈ ഇതിന് ശേഷം വന്നു. നമ്മുടെ പതിവ് പോലെ ഫെമിനിസ്റ്റുകള് വേറൊരു സൈഡും, അതായത് അത് മറ്റേ ഐശ്വര്യ ലക്ഷ്മിയുടെ ചോയ്സ് അല്ല, അവരേത് ഡ്രസ് ഇട്ടാലും ഈ ആംഗളമാർക്ക് എന്താണ് പറഞ്ഞിട്ട് ഒരു സൈഡ് ഫെമിനിസ്റ്റുകളുടെ അംഗം. നിങ്ങൾക്ക് എന്താ തോന്നിയത് ഈ ഡ്രസ്സിങ്ങും ഈ ഉദ്ഘാടനവും കൂടിയിട്ട്? അതായത് ആർക്ക് വേണമെങ്കിലും ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം, 2 പീസ് അടക്കം ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇനാഗ്രേറ്റ് ചെയ്യാം. പക്ഷെ അത് നമുക്ക് ചേരുന്നതായിരിക്കണം. നമുക്ക് ചേരുന്ന ഡ്രസ്സുകൾ, അത് ഏത് ഡ്രസ്സായാലും ശരി, വൾഗർ അല്ലാത്ത രീതിയിൽ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് വേണമെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്യുന്നതാണ് എൻ്റെ സ്വന്തം അഭിപ്രായം. ഇപ്പൊ 2 പീസ് നന്നായി ചേരുന്നുണ്ട് പറഞ്ഞാൽ അതിട്ട് ഉദ്ഘാടനം ചെയ്യും.